അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, സക്കാത്തുൽ ഫിത്തർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധമാക്കി. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്തർ തുഹ്റത്തുൽ ലിസ്സായിം മിനൽ ലഗ്വി വറഫത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിട്ടുണ്ട് സക്കാത്തുൽ ഫിത്തർ നൽകുക എന്നത്. അത് നോമ്പുകാരൻ്റെ വീഴ്ചകൾക്ക് ശുദ്ധീകരണവും വതുഅമതുൽ മസാക്കീൻ പാവങ്ങൾക്കുള്ള ഭക്ഷണവും ആകുന്നു. മൻ അദ്ദഹ ഖബ്ല സ്വലാ, ആരെങ്കിലും നിസ്കാരത്തിന് മുമ്പ്, അതായത് ഈദ് നിസ്കാരത്തിന് മുമ്പായി കൊണ്ട് അത് നൽകിയാൽ ഫഹിയ സക്കാത്തുൻ മഖ്ബൂല, അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്തായിരിക്കുന്നു. ആരെങ്കിലും നിസ്കാര ശേഷമാണ് നൽകുന്നതെങ്കിൽ ഫഹിയ സ്വതഖത്തും മിൻ സ്വതഖാത്ത്, അത് സാധാരണ ഒരു ദാനധർമ്മം മാത്രമായിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴാണ് നൽകേണ്ടത്? അത് ശവ്വാലിലെ മാസപ്പിറവി കണ്ടതോടുകൂടി നൽകേണ്ടതാണ്. അത് നിസ്കാരത്തിന് മുമ്പ് വരെയായിരിക്കും അതിൻ്റെ സമയം. എത്രയാണ് നൽകേണ്ടത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് സ്വാഅൻ മിനത് തമർ, ഈത്തപ്പഴത്തിൻ്റെ ഒരു സ്വാ, അത് ഏകദേശം 2.5 കിലോ അല്ലെങ്കിൽ 3 കിലോ ആയിരിക്കും. അപ്പോൾ ഗോതമ്പ്, അരി, അതുപോലെയുള്ള നാട്ടിലെ ഭക്ഷണങ്ങൾ അത് നൽകുക എന്നതാണ് നമ്മുടെ രീതി. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതിൻ്റെ സമയത്ത് തന്നെ, അതിന് മുമ്പായി തന്നെ നൽകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുന്ന ഒരു സക്കാത്തുൽ ഫിത്റാകും. പിന്നെ ഈദ് നിസ്കാരം ശവ്വാലിലെ 1-ാം ദിവസം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് 10 നിമിഷം കഴിഞ്ഞാൽ അതിൻ്റെ സമയം തുടങ്ങി സൂര്യൻ നീങ്ങുന്നത് വരെ ആയിരിക്കും അതിൻ്റെ സമയം. അതിന് 2 റക്അത്താണ്. അദാനും ബാങ്കും ഇഖാമത്തും ഇല്ലാതെ തന്നെ നിർവഹിക്കപ്പെടുകയും അതുപോലെ തന്നെ അതിന് മുമ്പോ പിൻപോ സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. 7 തക്ബീർ ആദ്യത്തെ റക്അത്തിലും 5 തക്ബീർ രണ്ടാമത്തെ റക്അത്തിലും തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ചൊല്ലേണ്ടതാകുന്നു. അങ്ങനെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഈദ് ദിവസത്തിലെ ചില സുന്നത്തുകളുണ്ട്. ഭക്ഷണം കഴിക്കുക ചെറുതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിച്ചുകൊണ്ടായിരുന്നു മുസല്ലയിലേക്ക്, അതായത് നിസ്കാര സ്ഥലത്തേക്ക് വന്നിരുന്നത്. അതിനുശേഷം നിസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി മാറി പോവുക ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ അദ്ഹയിൽ ഭക്ഷണം പിന്നീടായിരുന്നു പ്രാതൽ കഴിച്ചിരുന്നത്. അങ്ങനെ അതിനുശേഷമുള്ള ശവ്വാലിലെ 6 നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനും റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും സുമ്മ അത്ബഅഹു സിത്ത മിന ശവ്വാൽ, അതിനുശേഷം 6 ശവ്വാലിലെ 6 നോമ്പ് നോൽക്കുകയും ചെയ്താൽ കാന കസിയാമുദ്ദഹർ, അത് മുഴുവൻ ഒരു വർഷം, ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ തുല്യമായിരിക്കും. അപ്പോൾ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പാലിക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ സുന്നത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.